റൂം തുറക്കുന്ന സൗണ്ട് കേട്ട് അവൾ ഞെട്ടിത്തെറിച്ചു. രവി അകത്തേക്ക് വരികയാണ്. ആ ക്ഷീണത്തിലും അവളുടെ മുഖത്ത് പേടി അനുഭവപ്പെട്ടു. അവൻ അകത്തേക്ക് കയറി വസ്ത്രം മാറാൻ തുടങ്ങുകയാണ്. അവൾ തിരിഞ്ഞു കിടന്നു. അതിനുശേഷം അവൻ ഒരു നിമിഷം കസേരയിൽ ചെന്നിരുന്നു. അവൾ തിരിഞ്ഞു നോക്കിയതും അവൻ കസേരയിൽ ഇരുന്ന് എന്തോ ആലോചിക്കുന്നു. അവൾ കട്ടിലിൽ നിന്ന് എഴുന്നേറ്റു. രവിയേട്ടൻ കിടന്നോളൂ, ഞാൻ താഴെ പായിട്ട് കിടക്കാം, അവൾ പറഞ്ഞു. അവൻ അതിശയത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി. എനിക്ക് കുറച്ച് സമയം വേണം, ഞാൻ രവിയേട്ടനോട് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. കുറച്ച് ദിവസം ഇങ്ങനെ പോട്ടെ. രവിയേട്ടൻ ബെഡിൽ കിടന്നോളൂ, ഞാൻ താഴെ കിടക്കാം. അത് കുഴപ്പമില്ല, നീ ബെഡിൽ കിടന്നോ, ഞാൻ സെറ്റിയിലോ അല്ലെങ്കിൽ താഴെയോ കിടന്നോളാം, അവൻ പറഞ്ഞു. കുഴപ്പമില്ല, രവിയേട്ടൻ കിടന്നോളൂ, രവിയേട്ടൻ കിടന്നോളൂ, അവൾ നിർബന്ധിച്ചു. വേണ്ട, നീ കിടന്നോ, അത് കുഴപ്പമില്ല, എനിക്ക് ശീലമാണ്, ഞാൻ എപ്പോഴും ബെഡിലൊന്നുമല്ല കിടക്കുന്നത്, ഞാൻ ചിലപ്പോൾ സെറ്റിയിലൊക്കെ കിടക്കാറുണ്ട്, ഞാൻ സെറ്റിയിൽ കിടന്നോളാം, നീ കിടന്നോ, ബെഡിൽ കിടന്നോ, നിനക്ക് വയ്യല്ലോ, അവൻ അവളെ ആശ്വസിപ്പിച്ചു. അങ്ങനെ അവൾ ബെഡിലേക്ക് കടന്നു. അവൻ കസേരയിൽ ഇരിക്കുകയായിരുന്നു. അവൾ കിടക്കുന്നത് നോക്കി കുറച്ചു നേരം ഇരുന്നു. അതിനുശേഷം അവൻ താഴെ പായിട്ട് കിടന്നു. കിടക്കുന്നതിനിടയ്ക്ക് അവൻ്റെ മനസ്സിലേക്ക് പല പല ചിന്തകൾ കടന്നുപോയി. അതുപോലെ അവളുടെ മനസ്സിലേക്കും. ആണ് രവിയേട്ടനെ ഈ ബെഡിൽ തന്നോടൊപ്പം കിടക്കാൻ തനിക്ക് മനസ്സനുവദിക്കുക, അതൊക്കെ അവൾ ചിന്തിച്ചു. ഇപ്പോഴത്തെ മാനസികാവസ്ഥയിൽ ഉടനെ ഒന്നും പറ്റില്ല. കാരണം രവിയേട്ടനെ റൂമിൽ കയറിയതുപോലും എനിക്ക് ശ്വാസം മുട്ടുണ്ടാക്കുന്നുണ്ട്. എങ്ങനെ അദ്ദേഹം തൻ്റെ അടുത്ത് കിടക്കും, ഓർക്കാൻ കൂടി വയ്യ. രവിയുടെ മനസ്സിൽ ഇതേ ചിന്തകളായിരുന്നു. ഈ അടുപ്പക്കുറവ് കുറച്ച് കഴിയുമ്പോൾ മാറുമായിരിക്കും, അവൻ സ്വയം ആശ്വസിച്ചു. അവൾ ഇത്രയൊക്കെ മാറിയില്ലേ, കുറച്ച് കഴിയുമ്പോൾ അവൾ മാറും. തൽക്കാലം അവളുടെ ഇഷ്ടത്തിന് വിട്ടുകൊടുക്കാം. ഇങ്ങനെ പോവട്ടെ, അവളുടെ സന്തോഷമാണല്ലോ എനിക്ക് വലുത്. അങ്ങനെ ചിന്തിച്ച് അവർ രണ്ടുപേരും ഉറങ്ങി. രാവിലെ ഡോറിൽ തട്ടുന്ന സൗണ്ട് കേട്ടാണ് രമ്യ ഞെട്ടി ഉണരുന്നത്. രവി നല്ല ഉറക്കത്തിലാണ്. അവൾ പതിയെ ഡോറ് തുറന്നു. മുൻപിൽ രവിയുടെ അമ്മ. ഇതെന്തുറക്കമാണ്, സമയം എത്രയായെന്ന് വല്ല ചിന്തയുമുണ്ടോ? നേരം 7:30 ഇങ്ങനെ കിടന്ന് ഉറങ്ങാൻ കൊള്ളാവോ പെൺകുട്ടികൾ? എഴുന്നേറ്റ് വന്നേ, രാവിലെ കുറേ ജോലികളുണ്ട്, എല്ലാം കൂടി എനിക്ക് പാടാണ്, അമ്മ പറഞ്ഞു. അവൾക്ക് ഒരു നിമിഷം ഷോക്കായി. രമ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അവളുടെ മനസ്സിലൂടെ കടന്നുപോയി. അവൾ ഇപ്പം വരാം അമ്മയെന്ന് പറഞ്ഞ് ബാത്റൂമിലേക്ക് പോയി ഫ്രഷായി വേറൊരു വസ്ത്രം ധരിച്ച് അടുക്കളയിലേക്ക് ചെന്നു. അടുക്കളയിലേക്ക് ചെന്നതും അമ്മാവിയമ്മ ചായ ഇട്ട് വെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. നോക്കിയപ്പോൾ നന്നായി തണുത്തിട്ടുണ്ട്. അവൾ ഒന്നുകൂടി ചൂടാക്കി ഒരു ഗ്ലാസ് രവിക്ക് റൂമിലേക്ക് കൊണ്ടുപോയി. രവി നല്ല ഉറക്കത്തിലാണ്. രവിയെ തട്ടി വിളിച്ചു. രവിയേട്ടാ ദേ ചായ കുടിക്ക്. രവി ഞെട്ടിപ്പിടഞ്ഞ് എഴുന്നേറ്റു. പോയി മുഖവും വായും കഴുകി രവി ചായ എടുത്തു. അവൾ വീണ്ടും അടുക്കളയിലേക്ക് പോയി. അവൾക്കുള്ള ചായയുമായിട്ട് അവൾ റൂമിലേക്ക് വന്നു. അതിനുശേഷം ബെഡിലിരുന്ന് ചായ കുടിച്ചു. രവി അവളോട് ചോദിച്ചു, ഇന്നലെ എങ്ങനെയുണ്ടായിരുന്നു, നിനക്ക് നന്നായി ഉറക്കം കിട്ടിയോ, വീട് മാറി കിടന്നുകൊണ്ട് ഉറക്കം ശരിയായോ? അതൊന്നും കുഴപ്പമില്ലായിരുന്നു രവിയേട്ടാ, നന്നായിട്ട് ഉറങ്ങി, അവൾ പറഞ്ഞു. രവിയേട്ടൻ ഉറങ്ങിയോ? ആ, കുഴപ്പമില്ലായിരുന്നു, ഞാനും ഉറങ്ങി, അവൻ പറഞ്ഞു. അമ്മ രാവിലെ വിളിച്ചപ്പോഴാണ് എഴുന്നേറ്റത്, രമ്യ പറഞ്ഞു. അമ്മ രാവിലെ വിളിച്ചോ? ആ, 7:30 ആയിരുന്നു, കുറേ ലേറ്റായി. അമ്മ രാവിലെ വന്ന് തട്ടി വിളിച്ചപ്പോഴാണ് ഞാൻ ഉണർന്നത്. അവൻ്റെ മനസ്സിൽ പഴയ കാര്യങ്ങൾ കടന്നുകൂടി, രമ്യയോട് അമ്മ ചെയ്ത കാര്യങ്ങൾ. അതിനുശേഷം അവൾ കപ്പ് വാങ്ങി അടുക്കളയിലേക്ക് പോയി. കുറേ പാത്രങ്ങൾ സിങ്കിൽ വാരിയിട്ടിരിക്കുന്നു. അമ്മാവിയമ്മ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള കാര്യങ്ങൾ ചെയ്യുകയാണ്. നാത്തൂൻ തുണി കഴുകുന്നു. സിങ്കിലെ പാത്രങ്ങൾ കിടക്കുന്നത് കണ്ടപ്പോൾ അത് തനിക്കിട്ടിരിക്കുന്നതാണെന്ന് അവൾക്ക് തോന്നി. അവൾ കുറേശ്ശെ കഴുകാൻ തുടങ്ങി. കഴുകി പാത്രങ്ങളെല്ലാം മാറ്റി. അതിനുശേഷം ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ അവൾ ആശങ്കയിലായിരുന്നു. കാരണം വീട്ടിലെ പാചകമൊന്നും അവളെ കൊണ്ട് അധികം അമ്മ ചെയ്യിച്ചിട്ടില്ല. അത്യാവശ്യ കാര്യങ്ങളൊക്കെ അറിയാമെങ്കിലും ആധികാരികമായിട്ടൊന്നും അവൾക്ക് അറിയില്ല. അവൾ
ആലോചിച്ചങ്ങനെ നിൽക്കുന്ന കണ്ടപ്പോൾ അമ്മാവിയമ്മ തിരിഞ്ഞവളെ നോക്കി. അതിനുശേഷം അവളോട് പറഞ്ഞു, ദേ ഈ തേങ്ങയൊന്ന് നന്നായിട്ട് അരച്ചെടുക്ക്, മീൻകറിക്കാണ്. അവൾ ഒരു നിമിഷമൊന്ന് ആശങ്കയിലായി. ഇതിൽ വേറെ ഒന്നും ചേർത്തിട്ടില്ല, തേങ്ങ മാത്രമേ ഉള്ളൂ. അമ്മ, ഇത് തേങ്ങ മാത്രമേ ഉള്ളല്ലോ. ബാക്കി കൂടെ അങ്ങോട്ട് ചേർക്ക്, ഞാൻ വേറെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തൊക്കെ ചേർക്കണമെന്ന് അവൾക്ക് അറിയില്ലായിരുന്നു. അമ്മ പണ്ട് പറയുന്ന ചെറിയ ഓർമ്മകളുണ്ട്, പക്ഷേ ഇവിടുത്തെ ടേസ്റ്റ് എങ്ങനെയാണെന്ന് അറിയില്ലല്ലോ. അവരോട് ചോദിക്കാൻ എന്തോ ഒരു ഭയം പോലെ. എന്നിട്ട് അവൾ ധൈര്യം സംഭരിച്ച് അവരോട് ചോദിച്ചു, അമ്മ ഇതിൽ എന്തൊക്കെ ചേർക്കേണ്ടത്? അത് കൊള്ളാം. നിന്റെ അമ്മച്ചി ഒന്നും പഠിപ്പിക്കാതാണോ നിന്നെ ഇങ്ങോട്ടേക്ക് വിട്ടത്? നിന്റെ ചേച്ചിയും കണക്കായിരുന്നു, ഇപ്പോൾ അനിയത്തി അത് തന്നെ. മീൻകറിക്ക് എന്തൊക്കെയാണ് ചേർക്കേണ്ടതെന്ന് നിനക്കറിയില്ലേ? അങ്ങനെ അവളെ ശകാരിച്ചുകൊണ്ട് അവൾക്ക് പറഞ്ഞു കൊടുത്തു. അവൾ അത് അരച്ചെടുക്കുന്നതിനിടയ്ക്ക് അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. രമ തൻ്റെ ചേച്ചി രമ എന്തൊക്കെ ആ വീട്ടിൽ അനുഭവിച്ചു എന്ന് അവൾക്കിപ്പോൾ കണക്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. അങ്ങനെ അവളെ കൊണ്ട് പറ്റുന്ന ജോലികളൊക്കെ അവൾ സഹായിച്ച് അതിനുശേഷം അവൾ വീണ്ടും റൂമിലേക്ക് പോയി കുറച്ചു നേരം ബെഡിലിങ്ങനെ കിടന്നു. റൂമിൽ രവി ഇല്ലായിരുന്നു. രവി പുറത്തോട്ടെവിടെ പോയെന്ന് അവൾക്ക് തോന്നി. കുറച്ചു നേരം ബെഡിൽ കിടന്നപ്പോൾ അമ്മാവിയമ്മയുടെ വിളി വീണ്ടും വന്നു. അവൾ വീണ്ടും അടുക്കളയിലേക്ക് ചെന്നു. എന്താ അമ്മേ, ജോലികളൊക്കെ തീർന്നെന്ന് വിചാരിച്ച് പോയങ്ങ് കിടന്നോ? ഇവിടെ തൂക്കാനും വാരാനും ഒക്കെ ഉണ്ട്, അതൊക്കെ ആര് ചെയ്യും? ഞാനിവിടെ ജോലിയിലാണ്, എനിക്കും ഉണ്ട് വയ്യായികയൊക്കെ, റെസ്റ്റ് എടുക്കാൻ എനിക്കും ആഗ്രഹമുണ്ട്. ഈ ജോലികൾ ഇങ്ങനെ കിടക്കുന്നതുകൊണ്ടാണ് എനിക്ക് റെസ്റ്റ് എടുക്കാൻ പറ്റാത്തത്. ഇവിടെ എല്ലാം അങ്ങ് തൂക്ക്, അവളോട് അമ്മാവിയമ്മ പറഞ്ഞു. അവൾക്ക് മനസ്സിലായി ഇത് ശരിയാവില്ല. ഇവർ എന്നെ മാനസികമായിട്ട് ഉപദ്രവിക്കാൻ തന്നെയാണ് പുറപ്പാട്. അവളെ ഓരോ കാര്യങ്ങൾക്കും അവർ ശകാരിക്കാൻ മറന്നതേയില്ല. ചെറിയ കാര്യങ്ങൾക്ക് പോലും അവർ ശകാരിക്കുന്നുണ്ടായിരുന്നു. അപ്പോഴാണ് ബൈക്കിൻ്റെ സൗണ്ട് കേട്ടത്. രവിയാണെന്ന് അവൾക്ക് മനസ്സിലായി. രവിയേട്ടനോട് ഒരു സൂചന കൊടുക്കണമെന്ന് ചിന്തിച്ച് അവൾ രവിയുടെ അടുക്കിലേക്ക് ചെന്നതും അമ്മാവിയമ്മയുടെ വിളി പിന്നിൽ നിന്നും, രമ്യേ. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ വരെ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതിൻ്റെ അടുത്ത എപ്പിസോഡുമായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും.